കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലേക്ക് തിരിച്ചു മടങ്ങാൻ ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തന്റെ രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ ഇരുന്നപ്പോൾ തന്നെ വിമർശിച്ചിട്ടുള്ള മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായ കമൽനാഥിനെ ആ പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കി ആ പാർട്ടിയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു മടിയുമില്ല എന്ന് കൃത്യമായി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കുകയാണ്. നോക്കൂ, കമൽനാഥ് എന്ന് പറയുന്ന ഒരു അധികാര ഭ്രാന്തനായി മാറിക്കഴിഞ്ഞിരിക്കുക. കമൽനാഥിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും മാത്രമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ മധ്യപ്രദേശിൽ നിലക്കി നിർത്തേണ്ടത്. അതിനപ്പുറത്തേക്ക് വളർന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ കമൽനാഥിന്റെ കയ്യിൽ നിന്നും പാർട്ടി പോവുകയാണ് എന്ന് തോന്നുന്നൽ ഉണ്ടായാൽ അതിനെ വിടക്കാക്കി തരിക്കാക്കാൻ വേണ്ടി എന്ത് രീതിയിലുള്ള നാറിയ കളികളും കളിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായത് കമൽനാഥ് നേതൃത്വം കൊടുത്തതുകൊണ്ടാണ്. അതേസമയം 2018 ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ളവർ ശക്തമായി യുവാക്കളിലേക്ക് ഇറങ്ങി പ്രചരണം നടത്തിയതിന്റെ ഭാഗമായാണ് BJP പോലും മറികടന്നുകൊണ്ട് നോക്കൂ, മധ്യപ്രദേശ് എന്ന് പറയുന്ന BJPക്ക് വളരെയധികം അടിത്തറയുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ ഓർഗനൈസേഷൻ അത്രയധികം ശക്തമാക്കിയിട്ടുള്ള BJPയാണ് 2018 അവർ കൂച്ചുവിലങ്ങിട്ടത്. 2013 മാസ്മരിക വിജയം, തുടർച്ചയായ വിജയങ്ങൾ, അതിലും ഹാട്രിക് വിജയം നേടി വളരെയധികം ശോഭയോടെ നിൽക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനെ വിറപ്പിച്ചുകൊണ്ട് മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തി. എന്നാൽ അതിന്റെ എല്ലാ ഫലവും കൊയ്തെടുക്കാൻ കമൽനാഥ് ഒറ്റയ്ക്ക് തീരുമാനിക്കുകയും അദ്ദേഹം ജ്യോതിരാദിത്യ സിന്ധ്യയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയും ചെയ്തു. ഒരു രാജാവും കുറെ ഭൃത്യന്മാരും കൂടെ ചേർന്നാണ് എന്നെ ചതിക്കാൻ ശ്രമിക്കുന്നത്. രാജ്യസമർപ്പണത്തിലേക്ക് പോയപ്പോഴും ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കുടുംബത്തെ വരെ ആക്ഷേപിച്ചു. രാജകുടുംബമാണ് എന്ന് കരുതി അഹങ്കാരം തലയ്ക്ക് പിടിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പിതാവിനെ വരെ കളിയാക്കുന്ന രീതിയിൽ കമൽനാഥ് ഏറ്റവും മോശമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. മാധവറാവു സിന്ധ്യ എന്ന കോൺഗ്രസിന്റെ മുൻ നേതാവിന്റെ മകൻ കൂടിയായ ജ്യോതിരാദിത്യ സിന്ധ്യ, അദ്ദേഹം ആരുടെയും ഔദാര്യത്തിലല്ല ഉന്നത സ്ഥാനങ്ങളെല്ലാം അലങ്കരിച്ചത്. ഗുണ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം, അവിടെ സിന്ധ്യ അല്ലാതെ മറ്റൊരാൾ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് ജയിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലത്തെ അദ്ദേഹം നിരവധി തവണ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയത്. അവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നേതൃനിരയിലും രാഷ്ട്രീയപരമായി പാളിപ്പോയി. മധ്യപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിക്ക് അടിമുടി തെറ്റി എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 29 സീറ്റും BJP തൂത്തുവാരിയതോടെ, അതും 1-2 വോട്ടിന്റെ ഭൂരിപക്ഷമല്ല, 6-7 ലക്ഷം ശരാശരി ഒരു മണ്ഡലത്തിൽ BJP നേതൃത്വം നേടിയ ബഹുഭൂരിപക്ഷമാണ്. മറ്റെല്ലായിടത്തും BJPയുടെ ശോഭ കെട്ടപ്പോൾ ഉത്തർപ്രദേശിൽ BJPയുടെ വലിയ മുന്നേറ്റം തടയുന്ന പ്രതീതി ഉണ്ടായപ്പോൾ പോലും ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെയുള്ളവർ മധ്യപ്രദേശിൽ നിന്നും വിജയിച്ച ഭൂരിപക്ഷം നോക്കിയാൽ മതി അവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രമാത്രം ജനങ്ങൾ വെറുത്തു തള്ളിയത് എന്നുള്ളത്.